ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറ്റില മുറുക്കിന് പിന്നിലെ ആ രഹസ്യ മഹാഭാരത കഥ അറിയാമോ? നമ്മുടെ നാട്ടിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വെറ്റില മുറുക്കാനിരിക്കുമ്പോൾ അതിന്റെ തലയും വാലും നുള്ളിക്കളയുന്നത് എന്തിനാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ മറവി വരും, അഴുക്കുണ്ടാകും എന്നൊക്കെയുള്ള സാധാരണ മറുപടിയാവും കേൾക്കാറ്. എന്നാൽ ഇതിന് പിന്നിൽ അതിമനോഹരമായൊരു നാടോടി കഥയുണ്ട്. അർജുനന്റെ കല്യാണവും സ്വർഗീയ സമ്മാനവും. കഥ നടക്കുന്നത് ദ്വാരകയിലാണ്. ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയെ അർജുനൻ പ്രണയിക്കുകയും കൃഷ്ണൻ തന്നെ രഹസ്യ പിന്തുണയോടെ സുഭദ്രയെ രഥത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനെ ചൊല്ലി ബലരാമനും യാദവർക്കും ആദ്യം കടുത്ത ദേഷ്യമുണ്ടായെങ്കിലും ശ്രീകൃഷ്ണൻ ഇടപെട്ട് എല്ലാവരെയും ശാന്തരാക്കി. ഒടുവിൽ അർജുനന്റെയും സുഭദ്രയുടെയും വിവാഹം ദ്വാരകയിൽ വെച്ച് സകല ആചാരങ്ങളോടെയും നടത്താൻ അവർ തീരുമാനിച്ചു. അർജുനന്റെ വിവാഹ സമയത്ത് മകന് ഭൂമിയിലില്ലാത്ത ഏറ്റവും സവിശേഷമായൊരു സമ്മാനം നൽകാൻ പിതാവായ ദേവേന്ദ്രൻ ആഗ്രഹിച്ചു. അക്കാലത്ത് ദേവലോകത്ത് മാത്രം വളർന്നിരുന്ന അമൃതിന് തുല്യമായ ഔഷധ ഗുണമുള്ള ഒരു ദിവ്യ സസ്യമായിരുന്നു നാഗവല്ലി, അതായത് വെറ്റിലക്കൊടി. ഇന്ദ്രൻ നേരിട്ട് കല്യാണത്തിന് എത്തിയെങ്കിലും തൻ്റെ വിശ്വസ്തനായ ഒരു സർപ്പദൂതന്റെ കൈവശം ഈ നാഗവല്ലി വള്ളികളും അടക്കയും ഭൂമിയിലേക്ക് കൊടുത്തയച്ചു. വെറ്റിലയുടെ തലയും വാലും കളയുന്നത് പിന്നിലെ രഹസ്യം എന്താണ്? കൈകളില്ലാത്ത ആ സർപ്പദൂതൻ സ്വർഗത്തിൽ നിന്നും അതീവ ശക്തിയുള്ള ഈ വെറ്റിലക്കൊടി തൻ്റെ വായിൽ കടിച്ചു പിടിച്ചാണ് സ്വർഗലോകത്ത് നിന്നും ഭൂമിയിലേക്ക് പറന്നത്. അങ്ങനെ വന്നപ്പോൾ സർപ്പത്തിന്റെ പല്ലുകൾ അമർന്നത് വെറ്റിലയുടെ ഞെട്ടിലും അതിൻ്റെ കൂർത്ത അഗ്രത്തിലുമാണ്. ദൂതൻ ഭൂമിയിലെത്തി അർജുനന് ഈ വിശിഷ്ട സമ്മാനം കൈമാറി. എന്നാൽ സർപ്പത്തിന്റെ പല്ലും ഉമിനീരും തട്ടിയതുകൊണ്ട് വെറ്റിലയുടെ തലയും വാലും വിഷലിപ്തമായിരിക്കാം എന്ന് മനസ്സിലാക്കിയാണ് അന്നു മുതൽ ആളുകൾ മുറുക്കുന്നതിന് മുമ്പ് ആ രണ്ട് ഭാഗങ്ങളും നുള്ളിക്കളയാൻ തുടങ്ങിയത്. ഭൂമിയിലെത്തിയ നാഗവല്ലി. വിവാഹത്തിന് ശേഷം അർജുനൻ ആ വള്ളികൾ ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചു. നാഗം കൊണ്ടുവന്ന വള്ളി ആയതുകൊണ്ട് അതിന് നാഗവല്ലി എന്നും പേര് വന്നു. അങ്ങനെയാണ് സ്വർഗത്തിലെ ആ അപൂർവ സസ്യം മനുഷ്യർക്കിടയിലേക്ക് എത്തിയതും പിൽക്കാലത്ത് നമ്മുടെ മംഗളകർമ്മങ്ങളിൽ വെറ്റിലയും അടക്കയും ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിയത്. പരമ്പരാഗത ഗ്രന്ഥത്തിൽ കാണാത്ത, തലമുറകളായി വായ്മൊഴിയായി കൈമാറി വന്ന ഇത്തരം നാടോടി കഥകളാണ് നമ്മുടെ പുരാണങ്ങളെ ഇത്രയും മനോഹരമാക്കുന്നത്. നിങ്ങൾ ഈ കഥ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിൽ വെറ്റിലയുടെ തലയും വാലും കളയുന്നതിന് വേറെ എന്തെങ്കിലും കഥകൾ പറയാറുണ്ടോ? എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്